പിരിഞ്ഞെന്ന് പറഞ്ഞ് അടിച്ചു പിരിഞ്ഞിട്ടില്ല, ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും സന്ധിച്ചിട്ടേ അല്ലേ? ചുമ്മാ പറയുന്നത് മെസ്സേജ് ഫ്രീ ആകുമ്പോഴൊക്കെ ഇടാറുണ്ട്. അതെ, അടിച്ചു പിരിയൊന്നുമില്ല. ആ ആഗ്രഹം നിങ്ങൾ എല്ലാരും മാറ്റി വെച്ചേക്കും. അടിച്ചു പിരിയാൻ മാത്രം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് പിരിഞ്ഞിട്ടില്ല. ഇതാ അതേ ആ ഒരു അനിയത്തി സ്നേഹം എന്നും ഉണ്ടാവും ഞാൻ ഈ ഭൂമിയിൽ ഉള്ളവരെ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും പിരിയൂല. ഒരിക്കലും ഞങ്ങൾ അന്ന് എങ്ങനെയാണോ ഞങ്ങൾ ആ ഒരു 3 വർഷം വർഷമായി ആ 3 വർഷത്തെ ബന്ധം ഇനിയും ഇതേപോലെ പോകും. അതൊരു ജനുവരി ജനുവരി. അതുകൊണ്ട് അന്ന് വരുമ്പോ ഒരാള് അതിനുശേഷം പറയാം. അതിനുശേഷം ആർക്കും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച മനസ്സുകൊണ്ട് നമ്മൾ എവിടേക്കാണ് എത്തിയിരിക്കുന്നത്? പോകും വഴി കാണിച്ചു തരാം. ആരാ ഇത്? എവിടെയാ ഇത്? എനിക്ക് തോന്നിയത് വീഡിയോ കാണുന്ന പോലെ തന്നെ. കുഴപ്പമില്ല, ഇറങ്ങ. പിന്നെ ഒപ്പ് ചെയ്യാം. ഞാൻ തിരിച്ച് വേറെ കാര്യത്തിനാടാ. ആണോ? എന്തേ തന്നുവിട്ടാ അല്ല വരുമല്ലോ, അപ്പം കൊടുക്കാം. കുഴപ്പമില്ല, നല്ല ഓർമ്മ. ഞാൻ ചോദിച്ചല്ലോ എടുക്കാണ്ടോ. വാ, ഇവിടെ വന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? വന്ന് കേറാവോ? അവര് നിൽക്കുന്നുണ്ടോ? അയ്യോ, എന്നെ റിലീവ് ചെയ്തു. പോയി എടുത്തിട്ട് വരാൻ പറ്റും. കോഴഞ്ചേരി വരെ വൈകുന്നേരത്തിനുള്ളിൽ എന്നിട്ട് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം. അല്ല, 27-ാം തീയതി കൊടുക്കാന്ന്. ഇങ്ങോട്ടും തിരിയാവോ? ചക്കരമുത്തുകൾ, പൊന്നോമനകൾ മനസ്സിലായി കേട്ടോ. 2 വർഷമായില്ലേ വന്നിട്ട്? അവരെല്ലാം കൂടെ വന്നിട്ട് എനിക്കറിയാത്ത പണിയാ. അമ്മ എടുത്തോട്ട് പോണോ? വിശേഷം ആൾക്കാരുടെ ഒന്നായിരിക്കും മക്കളെ. അങ്ങനെ എന്താ പറയാ, വീഡിയോ ഒക്കെ ഓണാ. അപ്പൂസും ഞങ്ങളും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് അടിച്ചു പിരിഞ്ഞിട്ടില്ല, ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും സന്ധിച്ചിട്ടേ
അല്ലേ? ചുമ്മാ പറയുന്നത് കേട്ടോ. മെസ്സേജ് ഫ്രീ ആകുമ്പോഴൊക്കെ ഇടാറുണ്ട്. അതെ, അടിച്ചു പിരിയൊന്നുമില്ല. ആ ആഗ്രഹം നിങ്ങൾ എല്ലാരും മാറ്റി വെച്ചേക്കും. അടിച്ച് പിരിയാൻ മാത്രം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു കാര്യമില്ല. അതുകൊണ്ട് പിന്നില്ല. ഇതാ അതേ ആ ഒരു അനിയൻ അനിയത്തി സ്നേഹം എന്നും ഉണ്ടാവും ഞാൻ ഈ ഭൂമിയിൽ ഉള്ളവരെ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും പിരിയുമില്ല. ഒരിക്കലും ഞങ്ങൾ അന്ന് എങ്ങനെയാണോ ഞങ്ങൾ ആ ഒരു 3 വർഷം. 3 വർഷമായി നമ്മള് ഇതായിട്ട്. ആ 3 വർഷത്തെ ബന്ധം ഇനിയും ഇതേപോലെ പോകും. അതൊരു ജനുവരി. അതൊരു ജനുവരി. അതുകൊണ്ട് അന്ന് വരുമ്പോ ഒരാള് അതിനുശേഷം പറയാം. അതിനുശേഷം ആർക്കും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് അഭിനയിക്കണോ ഒന്നുമില്ല എന്നും പറയുന്ന പോലെ തന്നെ പറയുന്നുള്ളൂ. ഇവർക്ക് പിന്നെ അവരുടേതായിട്ടുള്ള ബിസി. അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നു. 24 മണിക്കൂറും ഫോൺ വിളിച്ചിട്ടോ ചാറ്റ് ചെയ്തിട്ടുള്ള സ്നേഹബന്ധം അതൊരു വെറും സ്നേഹബന്ധം. നടുവിൽ നിന്ന് പോകും. ഇത് അങ്ങനെയൊന്നുമില്ല. എപ്പോഴെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സുഖമാണോ ഒരു മെസ്സേജ് അയക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹബന്ധം എന്നും മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ നടക്കുകയും ചെയ്യും. അപ്പോ നിങ്ങൾ പറയും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആദ്യം ക്യാമറയുടെ മുന്നിൽ ഇതിപ്പോ നമ്മൾ സംസാരിക്കും. ഞാനിപ്പോ എന്ത് സംസാരിക്കുന്ന ഇതിപ്പോ ചേച്ചി വന്നപ്പോ എല്ലാം പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്നും പറയുന്നത് ഞാനിപ്പോ വന്നത് ഇപ്പൊ എന്താഴ്ചയാണ് ഇന്ന് വന്നിട്ട് 15 15ആണല്ലോ അന്ന് 15-ാം തീയതിയാണ്. പക്ഷെ ഇനി ഒരു വരവ് കൂടിയുണ്ട്. വന്നതൊക്കെ വേറൊരു കാര്യത്തിലാണ്. ആ ഒരു ഇത് നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയാതെ ഇതിൽ ഞാൻ പറയുന്നില്ല, ഉൾപ്പെടുത്തുന്നു. അത് വേറൊരു ഇതായിട്ട് വരും. ഓക്കെ, അതാ അന്ന് കണ്ട അതേ ആവശ്യം തന്നെ എന്നെ കണ്ടവിടെ വേഗം വരികയും ചെയ്തു. എന്താ പറയാ, അന്നത്തെ മറന്നിട്ടില്ല. കൊച്ചിന്റെ മനസ്സിൽ പോലും ഇല്ലടാ. പറയൂ കൊച്ചിന്ന് ദിയാമ്മ വരുമ്പോൾ സ്കൂളൊക്കെ ലീവ് ഇട്ടിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് വരത്തില്ലേ അമ്മേ? കഴിഞ്ഞ ദിവസം വരുമെന്ന് പറഞ്ഞിട്ട് എന്റെ കൊച്ചിനൊരു സാധനമുണ്ട്. പക്ഷെ ഞങ്ങളത് അതുകൊണ്ട് ഞങ്ങൾ ഒരു വശം കൊണ്ട് വരും. ഓക്കെ, അത് ചേച്ചിയോടെയാണ്. അപ്പൊ അതുകൊണ്ട് മറന്നുപോയി ജസ്റ്റ്. അപ്പൊ അങ്ങനെ എന്റെ കുഞ്ഞിസ് പറയും. എന്താണ് പറയാനത് പറയും. ഒത്തിരി സന്തോഷമാണ്. കുറെ ആളോട് ഇന്ന് പിന്നെ നമ്മളെ കാണാൻ ചേച്ചി ഇങ്ങനെ മറക്കാതെ നമ്മളെ ഓർത്ത് വരുന്നുണ്ടല്ലോ. ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ലൈഫിലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, വിയാറുള്ളൂ എന്താണ് ചേച്ചി, എന്താണ് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പറഞ്ഞു അപ്പോഴും അവര് ബിസിയാണ്. അവര് ബിസി കഴിഞ്ഞാൽ അവർ വരും. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളോ ഒരു ഒന്നുമില്ല. സ്വസ്ഥം സുഖം സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അതെ, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബിസിയാണ്. ആ ബിസിയുടെ പിന്നിലുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അവരുടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. വരൂ ചേച്ചി, വെൽക്കം. ഈ മുഖം ഞാൻ ബ്ലർ ചെയ്യും, നിങ്ങൾ കാണാൻ പറ്റും. ഇതാ അങ്ങനെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് ഒരാളാണ്. അതായത് എന്റെ അമ്മയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് അതുപോലെ സപ്പോർട്ട് തരുന്ന ഒരാളാണ്. അപ്പൂനെന്ന് വിളിച്ച കുഞ്ചൂസാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടെ വന്നിരിക്കുന്നത്. വിജീഷ് ഞങ്ങളെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഒരിക്കലും കുഞ്ചൂസിന്റെ ഫേക്കൊന്നല്ല, കുഞ്ചൂസ് അവിടെ ഒറിജിനൽ നിൽക്കുന്നുണ്ട്. എന്റെ അമ്മയാണ് എന്തെങ്കിലും വിശേഷം. അത് എപ്പോഴും ഞാൻ ഫ്രീ ആകുമ്പോഴാണ് കൂടുതലും മറുപടി കൊടുക്കാറുള്ളത്. അതായത് ഞാൻ എപ്പോഴും ഒരാളോട് ഞാൻ അങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കാറില്ല. ഇടയ്ക്ക് ഒരു അങ്ങനെ നമ്മുടെ സ്നേഹം എന്ന് എപ്പോഴും മനസ്സിലാകും. അപ്പൊ നമ്മള് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പോ അമ്മ ഇവിടെ ഇത്രയും സ്നേഹത്തോടെ നമ്മളെ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു പോലും നിങ്ങളെ കാണാനായിട്ടൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു മോനെ കാണാൻ വരുന്ന ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് അമ്മ ഇവിടെ വന്നതും നമ്മളെ കണ്ടതും. ഒരുപാട് സന്തോഷം. ഒരുപാട് അമ്മമാരുണ്ട് എനിക്ക് യൂട്യൂബിലൂടെ. കുമാരിനെ പോലെയും എല്ലാവരെ പോലെയും ഫീൽ ആവുന്നുണ്ട്. അമ്മയെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ കേട്ടോ. അമ്മ ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കളിയൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാലും ഒത്തിരി സന്തോഷം. പാവന്റെ കുഞ്ഞൂസ്, നിങ്ങൾ ആരും ഒന്നും പറയല്ലേ. അതാണ് ഞാൻ പറയുന്നത്. നേരിട്ട് കാണാതെ ഒരാളെ അടുത്തറിയാതെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇതിപ്പോ ഒരു നെഗറ്റീവ് എന്തായാലും നെഗറ്റീവ്
അതുകൊണ്ട് എന്തായിട്ട് കാര്യമില്ല. നമ്മളെ താഴ്ത്താനുള്ളത് എന്തായാലും മറുവശത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കും. ഒരാളെ പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അടുത്തറിയുന്ന ആൾക്കാർക്ക് അവരെന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ എത്രത്തോളം പറഞ്ഞാലും ഒരിക്കലും ഇവര് താഴത്തില്ല. ഉയർന്ന് വരുന്ന നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇവരെ നെഗറ്റീവ് പറയുന്നോ അത്രത്തോളം വാശിയോടുകൂടി ഇവർ മുന്നോട്ട് വന്നിരിക്കും, മുന്നോട്ട് വന്ന് കാണിച്ചിരിക്കും. കുറച്ച് ആളുകളേ ഉള്ളൂ. അതെ, സ്നേഹിക്കാൻ. അതായത് വിരലിലെണ്ണാവുന്ന 10 പേരുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ആരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല, തളർത്താനും വെറുതെ ഇങ്ങനെ ഒന്നും അറിയാതെ എന്തിനാ വെറുതെ അവരെ കുത്തി നോവിക്കാതിരിക്കുക. അത്രമാത്രം എനിക്കും പറയാനുള്ളൂ. ഇതിനെ ചിലപ്പോൾ എന്തെങ്കിലും വരും. കുറെ നാളിന് ശേഷം ചില നെഗറ്റീവ് കമന്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ പോലെ എന്താണ് ഒരു കമന്റ് ഇടുന്നില്ല, എന്തൊക്കെയോ മെസ്സേജ്. ഞാൻ ആ മെസ്സേജ് കണ്ടത് അതൊക്കെ രേണുവിന്റെ കണ്ണിലാണ് മാറ്റാവുന്നത്. ഒരു ഇതിടുന്നില്ല, ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നുമില്ല. എന്നിട്ടും വെറുതെ അവരെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും അന്നും അനിയനിൽ തന്നെയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നൊന്നും ഞാൻ വന്ന് പറയും. അത് പറയാതെ വരില്ല, പറയും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല. അവരും ഒന്നും പറയുന്നത് ഒന്നും പറയൂല, ഒന്നുമില്ല. അങ്ങനെ അടിച്ചു പിരിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ബന്ധങ്ങൾ എന്നും ഇതേപോലെ മുന്നോട്ട് പോകും. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇവര് ബിസിയാണ്, തിരക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട്. അപ്പോ അതൊക്കെ തന്നെ വിശേഷങ്ങൾ. ഇപ്പൊ ഞങ്ങൾ നേരെ പോകുന്നു. അല്ല ചേച്ചി, എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയും. സ്നേഹം പാവ ഒരു കൊച്ചാണ്. അതിനായിട്ട് നിങ്ങൾ കൊല്ലാതിരിക്കുക. കൊല്ലാതിരിക്കുക. ഇനി കൊല്ലാനൊന്നുമില്ല, എന്നാലും പറയാം. അതിനായിട്ട് വെറുതെ എന്തിനാണ് നമ്മുടെ വീട്ടില് ഒരു എന്താ പറയാ മക്കള്, ഭാര്യ, മരുമകൾ, മകൾ എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കാം. എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മള് അറിയാതെ നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. അത്ര ഞാൻ അന്ന് പറയുന്നപ്പോഴത്തേനും എന്നും പറയുന്നുള്ളൂ. ഒന്നും നമുക്ക് എഴുതിയിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതാൻ ഒരു കുഴപ്പമില്ല. എഴുതുന്ന ആൾക്കാർ ആലോചിക്കാം, തിരിച്ച് നിങ്ങൾക്ക് തന്നെ വന്ന് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങളുടെ കുടുംബത്തോട് വന്ന് ചെയ്തോ. അത്ര എനിക്ക് പറയാനുള്ളത്. മാന്യമായ രീതിയിൽ പറയാം, പക്ഷെങ്കിൽ അസഭ്യമായിട്ടുള്ള വാക്കുകളൊക്കെ എന്തിനാണ് പറയുന്നത്? അതൊക്കെ ഒന്ന് മാറ്റുക. കാരണം നമുക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെന്ന് എഴുതുന്ന ആൾക്കാർ ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. നടത്തൊന്നും വേണ്ട, അവർ തളരുമില്ല. ഇനി കുഞ്ഞൂസൊക്കെ ഭയങ്കര ബോൾഡ്. ഞാൻ കുഞ്ഞൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല കുഞ്ഞൂസ് നല്ല ബോൾഡ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതന്നെ പറഞ്ഞു, ഇന്ന ബോൾഡാണ്. തളർത്താൻ നോക്കുന്നവിടെ നമ്മൾ ഉയർന്ന് കാണിക്കുക വേണം. അത് അവർ അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട്. ആ ഒരു ശ്രമം അവർ ദൈവം ഒരിക്കലും ആര് കൈവിട്ടാലും ദൈവം കൈവിടില്ല. ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നും ഞങ്ങളുടെ ബന്ധം, ഈ അനിയത്തി അനിയൻ എന്നുള്ള ബന്ധം, പിന്നെ ഈ ചേച്ചി, ഞങ്ങൾ ഈ ഒരു ബന്ധം എന്നും ഞങ്ങൾ ജീവൻ ഉള്ളവരെ മുന്നോട്ട് പോകാനും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, അതെ, ബാക്കിലുണ്ട്. അതിന് പിന്നെ അങ്ങനെ അതെ, ക്യാമറമാൻ. ഇനി കാര്യസ്ഥന്റെ വീട്ടിൽ പോകുമ്പോ കാര്യസ്ഥന്റെ വീട്ടിലെ ബ്ലോഗ് തരിക വരുന്നത്. ഓക്കെ, അപ്പോ ഇനി ഒരു വരവ് ഞാൻ വരുന്നുണ്ട്. അത് ഇപ്പോഴല്ല, ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിൽ നമുക്ക് കാണാം ചില സർപ്രൈസുകൾ. നിങ്ങളുടെ മുന്നോട്ട് പറഞ്ഞതുപോലെ തന്നെ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അത് ഞാൻ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങുകയാണ്. ഓക്കെ, എന്താണ് പറയൂ. ആവശ്യം മുട്ടായിക്ക് വേണ്ടി കയറി. അപ്പോ വിജീഷാറിന്റെ വീട്ടില് ഫുഡ് ഉണ്ടാക്കി വെച്ച് ഇവിടെ ചിക്കൻ കറി ഫുഡൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോ ചേച്ചിയുടെ അവിടുന്ന് ചേച്ചിയുടെ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിപ്പിച്ച് വയറ് ഫുള്ള്. പിന്നെ ഇവിടെ വന്ന് ജ്യൂസൊക്കെ കഴിച്ച് പപ്സൊക്കെ കഴിച്ചപ്പോൾ വയറ് ഫുള്ളായി. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ വയറ് ഫുള്ളാണ്. വിജീഷിനെ വീട്ടിൽ പോയിട്ട് കഴിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നുണ്ടാക്കി. അതെ, അപ്പൊ ഇനി നേരെ അങ്ങോട്ട് അവിടെ പോകുന്ന വഴി അവിടെ കാണാം. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ വീട് പറയുമ്പോൾ പിന്നെ ഒരു ദിവസം ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് ബിസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ്, തിരക്കുകൾക്കിടയിലും മാറ്റി വെച്ചതാണ്. ഇനിയിപ്പം കഴിഞ്ഞിട്ട് പോകുള്ളൂ ഷോപ്പിലോ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അമ്മ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി എല്ലാവർക്കും അപ്പൊ പോയി ഇൻട്രോ ഒക്കെ ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. വൈകിട്ടപ്പം എല്ലാം ചോക്ലേറ്റാ അതൊന്നും എടുക്കണ്ട. ഇല്ല, അതെടുത്തില്ല. ഇവിടെ നേരെ വരുവാണെങ്കിൽ ആ